ഹായ്, നമുക്കിന്ന് ചായയുടെ കൂടെ നല്ല ഒന്നാന്തരം സവാള പക്കോട ആയാലോ? ഒരുപാട് നാളായി ഉണ്ടാക്കിയിട്ട്. പിന്നെ അതെങ്കിൽ ഇന്ന് നോക്കിയപ്പോൾ അമ്മാനും വീട്ടിലുണ്ട്, അപ്പോൾ ഉണ്ടാക്കാം. ചായയുടെ കൂടെ കുറച്ച് എടുത്തോളൂ സവാള. അത് നമുക്ക് നന്നായിട്ട് പൊളിച്ച് നല്ല വൃത്തിക്ക് കഴുകി നീളത്തിൽ അരിഞ്ഞെടുക്കാം. കനം കൂടിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്തിലോട്ട് കുറച്ച് മല്ലിയിലയും അരിഞ്ഞ കറിവേപ്പിലയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി, അതിനുശേഷം ഞാൻ ജീരകത്തിന് പകരം അയ്മോദകമാണ് ചേർക്കുന്നത് കേട്ടോ. അമ്മാവന് അയ്മോദകം ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് അയ്മോദകം കിട്ടും ഈ പ്രാവശ്യം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കായപ്പൊടി. എനിക്ക് ഇതിൻ്റെ അളവ് ഇന്ന സ്പൂണിന് ഇത്ര ടീസ്പൂണൊന്നും പറയാനറിയില്ല, നമ്മുടെ ഒരു കണക്കനുസരിച്ച് നമ്മളങ്ങ് ഇടുക. കായപ്പൊടി ഇട്ടു. പിന്നെ ഉപ്പിടുമ്പോൾ നമ്മൾ കണ്ടറിഞ്ഞിട്ടില്ലെങ്കിൽ പണി പോളും. കാരണം നമ്മൾ ഒരുപാട് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഉപ്പാവും. കാരണം സവാള നമ്മളിങ്ങനെ ഞെരടി എത്ത് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം പോയി അത് കഴിഞ്ഞ് ഭയങ്കര പണി കിട്ടും. അതുകൊണ്ട് ഉപ്പ് കുറച്ചിട്ടിട്ട് അതിനകത്തിലോട്ട് ഞാൻ അരിപ്പൊടി ഇട്ടു, ഒരു ക്രിസ്പിനെസ് കിട്ടാനും വേണ്ടിയിട്ട് കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കുന്ന കടലമാവ്. നമ്മൾ ഈ പൊടിവകകളൊക്കെ കുറച്ചെടുത്താൽ മതി. നമുക്ക് മെയിനായിട്ട് നിൽക്കേണ്ടത് സവാളയാണ്. നമ്മുടെ ഈ ബജ്ജിയുടെ കൂട്ടല്ല. ബജ്ജി ആകുമ്പോൾ മാവ് മുന്നിൽ നിൽക്കും, സവാള 1-2 അകത്ത് കാണും, അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ നല്ലതായിട്ട് കടിക്കുമ്പോൾ നല്ല കരിമുരാന്ന് ഇതാകാൻ വേണ്ടിയിട്ട് സവാളയാണേ മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഞാൻ നന്നായിട്ട് കൈ കൊണ്ട് ഞെരടി നല്ലതായിട്ട് വെള്ളം ഇറങ്ങി സവാളയ്ക്കകത്തുനിന്ന്. പിന്നെ ഏറ്റവും ലാസ്റ്റായപ്പം കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചു കേട്ടോ, കാരണം കൈ കഴുകിയിട്ട് അതിനകത്തിലൊന്ന് തളിച്ച് അങ്ങനെയുള്ള വെള്ളമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ അടുപ്പ് കത്തിച്ചു, പാൻ വെച്ചു. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. കഴിഞ്ഞ ദിവസത്തെ കട്ട്ലറ്റ് ഉണ്ടാക്കിയ എണ്ണയാണ്, അതായി കളറ്. അതിനകത്തോട്ട് തന്നെ ഇതും ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം, ഇതിന് പ്രത്യേകിച്ച് ഷേപ്പും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. കൈ കൊണ്ട് എടുക്കുക, അതിനകത്തോട്ട് ഇടുക. ഒരുപാട് വണ്ണമായിട്ടൊന്നും ഇടണ്ട. നമ്മൾ കൈപ്പിടിക്ക് എത്ര പറ്റുന്നു അത്ര എടുത്തിടുക. എൻ്റെ ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇട്ടു. അത് ഞാനൊന്ന് ഒക്കെ ഇട്ട് നല്ലതായിട്ട് ബ്രൗൺ, ഒരുപാടങ്ങ് മുരിയാൻ നിൽക്കില്ല കേട്ടോ. ഇത് കോരി വെച്ച് കഴിയുമ്പോൾ പിന്നെ ഒന്നുകൂടെ അങ്ങ് കളറാകും. അതുകൊണ്ട് നമുക്കൊരു കളററിയാമല്ലോ, ഒരു ചുമന്ന കളറാകാറാകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റിയെടുത്താൽ മതി. കോരി മാറ്റിയെടുത്തിട്ട് ഞാനിപ്പം എനിക്ക് 2 ട്രിപ്പിന് ഉണ്ടാക്കാനുള്ളതാണ്. ഞാൻ കുറച്ച് സവാള എടുത്തുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് ഈ വലിയ പാനും എടുത്തത്. അതാകുമ്പം നമുക്ക് മെനക്കേടില്ല. 2 ട്രിപ്പ് കൂടുതൽ അതിൻ്റെ ഗ്യാസിൻ്റെ കീഴിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ കോരി എടുത്തിട്ടുണ്ട്, നല്ല കളറായി അത്. ഇനി സെക്കൻഡ് ട്രിപ്പും അതിനകത്തിലോട്ട് അങ്ങിടാം. അത് ഈ ഒരു ട്രിപ്പിനോടുള്ളതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ തേയില വെള്ളവും കുടിക്കുന്നത്. അപ്പം അമ്മാവന് നമുക്ക് തേയില വെള്ളവും കുറച്ച് പക്കോടയായിട്ട് കൊണ്ടു കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ചട്നി ഉണ്ടാക്കാനുള്ളതൊന്നും മെനക്കേടിന് വയ്യ, അതുകൊണ്ട് ചട്നിയൊന്നുമില്ല. അമ്മാവന് തേയിലവെള്ളം പക്കോടയായിട്ട് കൊണ്ടു കൊടുത്തു. പിന്നെ എൻ്റെ വാനരസേന 2 അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. അതുങ്ങൾക്ക് പിന്നെ സോസ് മതി. സോസി മുക്കി കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അവരവരുടെ കലാപരിപാടി അവിടെ നടത്തിക്കൊണ്ടിരിക്കുക. ബൈ.